നമസ്കാരം. വയനാട് ദുരന്തത്തിൽ നാട്ടുകാരനായ സുബൈറിന് നഷ്ടമായത് കിടപ്പാടവും പ്രിയപ്പെട്ടവരും മാത്രമല്ല, മകളുടെ വിവാഹത്തിനായി കരുതിവച്ച 2.25 പവൻ കൂടിയാണ്. തെരുവിൽ പാട്ടുപാടി ഉണ്ടാക്കിയ ഒരായുസ്സിൻ്റെ ഫലമാണ് ഉരുൾപൊട്ടലിൽ നഷ്ടമായത്. അതേസമയം ദുരിതബാധിത പ്രദേശത്ത് മണ്ണിൽ പുതഞ്ഞവർക്കായി തിരച്ചിൽ നടക്കുമ്പോഴും ആ സാഹചര്യവും മുതലെടുത്ത് അവിടെ വീടുകൾ കുത്തിത്തുറന്ന് മോഷണശ്രമം വരെ നടന്നു. ഉരുൾപൊട്ടലിൽ ജീവിതം തിരിച്ചു കിട്ടിയതിൻ്റെ ആശ്വാസം ഉൾക്കൊള്ളാൻ പോലും മുണ്ടക്കൈയിലെ സുബൈറിനും കുടുംബത്തിനും ആകുന്നില്ല. ഉരുൾപൊട്ടുന്ന ദിവസം ബന്ധുവീട്ടിലായതിനാൽ മാത്രമാണ് സുബൈറും കുടുംബവും രക്ഷപ്പെട്ടത്. എന്നാൽ വീടും കൂട്ടുകാരുമടക്കമുള്ള പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടമായി. ഭാര്യയും മക്കളും ഉമ്മയും അടങ്ങുന്ന കുടുംബത്തെ സുബൈർ പോറ്റിയത് തെരുവിൽ പാട്ടുപാടിയാണ്. കാഴ്ചാ പരിമിതിയുള്ള മുത്തു എന്ന സുഹൃത്തും കുടുംബവും സുബൈറും തെരുവിലിറങ്ങി പാടും. അതിൽ നിന്ന് ലഭിച്ച തുച്ഛമായ വരുമാനം കൊണ്ട് 2 കുടുംബങ്ങൾ ജീവിച്ചു പോന്നു. മകൾ ഫിദ ഫാത്തിമയുടെ വിവാഹം നവംബർ മാസത്തിലേക്കായിരുന്നു ഉറപ്പിച്ചത്. പാട്ടുപാടി കിട്ടിയ ചെറിയ വരുമാനം കൊണ്ട് വിവാഹത്തിനായി 2.25 പവൻ സ്വർണം തയ്യാറാക്കി വെച്ചു. എന്നാൽ കുത്തിയൊലിച്ചു വന്ന ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായെന്ന് കണ്ണീരോടെ സുബൈർ പറയുന്നു. പൊന്നിട്ട് മൂടി മകളെ വിവാഹം കഴിപ്പിക്കാനല്ല ആവും വിധം ഒരായുസ് മുഴുവൻ അവൾക്കായി കരുതി വെച്ചതാണ് ആ 2.25 പവൻ. അതിൽ മുഴുവൻ സുബൈറിൻ്റെ വിയർപ്പ് ഉണ്ടായിരുന്നു. വിവാഹത്തെക്കുറിച്ചോർത്ത് ഉപ്പയുടെ ഉള്ളു പിടയുമ്പോൾ ഉമ്മയുടെ നെഞ്ചിടുപ്പേറുമ്പോഴും മകൾ ഫിദയ്ക്ക് അതിലേറെ സങ്കടം ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെ കുറിച്ചോർത്താണ്. ക്യാമ്പിലെ വോളണ്ടിയറായി പ്രവർത്തിച്ച് ഒപ്പമുള്ളവർക്ക് കരുത്തു പകരുകയാണ് ഫിദ. സഹായിക്കാനുള്ളവരെല്ലാം മണ്ണിനടിയിൽപ്പെട്ടു. ചേർത്തു നിർത്തിയവരെല്ലാം ഒന്നും പറയാതെ പോയി. എന്തു ചെയ്യണമെന്നറിയാതെ നെഞ്ചു പൊട്ടുകയാണ് സുബൈർ.